ഇന്ന് നമ്മൾ കോഴിക്കോട് അങ്ങാടിയിലെ പുതിയൊരു സംഭവമായിട്ട് വരാൻ പോവുകയാണ്. നല്ല കിടിലൻ ബിൽഡിംഗ് കണ്ടോ? ഇത് കോഴിക്കോടിൻ്റെയൊക്കെ ഒരു പുതിയ സംരംഭമാണ്. കോഴിക്കോടിൻ്റെ മുഖച്ഛായ മാറ്റുന്ന ഒരു സംരംഭം എന്താണെന്ന് പറഞ്ഞുതരാം. കോഴിക്കോട് നിന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലോട്ട് കുറേ കാര്യങ്ങൾ ഓടി. മിഠായി തെരുവ്, മാനാഞ്ചിറ, വലിയങ്ങാടി, പാളയം മാർക്കറ്റ്, അങ്ങനെ കുറേ കാര്യങ്ങൾ. കോഴിക്കോടിൻ്റെ മുഖച്ഛായ തന്നെ മാറാൻ പോകുന്ന പാളയം മാർക്കറ്റ് ഇനി കല്ലുത്താൻ കടവിലേക്ക് മാറാൻ പോവുകയാണ്. പക്ഷേ പാളയത്തെ കച്ചവടക്കാർക്ക് അതത്ര ഇഷ്ടമല്ലാന്ന് തോന്നുന്നുണ്ട്. അവർ സമരവും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുകയാണ്. എനിക്ക് തോന്നുന്നത് പാളയത്തൊരു ബസ് സ്റ്റാൻഡ് ഉണ്ട്, പാളയം ബസ് സ്റ്റാൻഡ്. കോഴിക്കോടിൻ്റെ വിവിധ സ്ഥലങ്ങളിലേക്ക് അവിടുന്ന് ബസ് സർവീസ് നടത്തുമ്പോൾ പച്ചക്കറികൾ അവിടുന്ന് കയറ്റി അയക്കാൻ നല്ല എളുപ്പമാണ്. എല്ലായിടത്തോട്ടും ബസ്സിന് മുകളിൽ കയറ്റി വിടാനായിട്ട് എളുപ്പമാണ്. കല്ലുത്താൻ കടവിലോട്ട് നമ്മൾ പച്ചക്കറി മാർക്കറ്റ് മാറ്റുമ്പോൾ ആ ഒരു സൗകര്യം ഇല്ലാണ്ടാവും. അതായിരിക്കാം പാളയത്തെ പച്ചക്കറി കച്ചവടക്കാർ ഇവിടേക്ക് ഇത്രയും സൗകര്യത്തിലൊരു സംഭവം ഒരുക്കി കൊടുത്തിട്ടും മാറാൻ വിമുഖത കാട്ടുന്നത്. കോഴിക്കോട് മിനി ബൈപ്പാസിൽ കോംട്രസ്റ്റ് ഹോസ്പിറ്റലിന് സമീപം കല്ലുത്താൻ കടവിലാണ് ഈ പച്ചക്കറി മാർക്കറ്റ് വരാൻ പോകുന്നത്. നല്ല കിടിലൻ ബിൽഡിങ്ങാണ്. എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ വലിയ ബിൽഡിങ്ങിലാണ് പാളയത്തെ പച്ചക്കറി മാർക്കറ്റ് നേരെ ഇങ്ങോട്ട് പറിച്ച് നടാൻ പോകുന്നത്. പക്ഷേ അത് എത്രമാത്രം വിജയിക്കുമെന്ന് പറയാനായിട്ടില്ല. ആ കാണുന്നതാണ് മിനി ബൈപ്പാസ്. അവിടുന്ന് ഇങ്ങോട്ട് പുതിയ പാലത്തേക്ക് പോകുന്ന ഈ റോഡിൽ നിന്ന് അങ്ങോട്ട് കിടക്കാനായിട്ട് പറ്റും. ആ റോഡിൻ്റെ സൈഡിലാണ് നമ്മുടെ ഈ പച്ചക്കറി മാർക്കറ്റ് ഉള്ളത്. ഇതിൽ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് പുതിയ പാലം ജംഗ്ഷനിലോട്ടെത്താം. പുതിയ പാലത്ത് ഇപ്പോൾ പുതിയ പാലം പണിതുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം കൂടി ഉണ്ട്. അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്താം. വീഡിയോ എടുത്തപ്പം എനിക്ക് ആ വെയിലിൻ്റെ ആ ഒരു ഇതിലോട്ട് മനസ്സിലായില്ല. ഇപ്പോൾ അത് എഡിറ്റ് ചെയ്യാൻ നേരത്താണ് മനസ്സിലായത്. ആ വെയിലടിച്ചുകൊണ്ട് ആ ബിൽഡിങ് അത്ര എനിക്ക് ക്യാമറയിലൂടെ നമ്മൾ എടുത്തപ്പോൾ കാണാൻ കഴിഞ്ഞില്ല, വൃത്തിയായിട്ട് കാണാൻ കഴിഞ്ഞില്ല. അത് അതിൻ്റെ ഉള്ളിലൊക്കെ ഷോപ്പുകളുണ്ട് കേട്ടോ. ഈ ഉള്ളിൽ കൂടിയൊക്കെ ഓരോരോ ഷട്ടറുകളുണ്ട്. ഇവിടെ പച്ചക്കറി മാർക്കറ്റ് വന്നാൽ വേറെ ലെവലാവും. ഈ എറണാകുളത്ത് ഇതേപോലെ തന്നെയായിരുന്നു, ഒരു പുതിയ മാർക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അടിപൊളി മാർക്കറ്റായിരുന്നു അത്. അതുപോലെ തന്നെ കോഴിക്കോട്ടെ ഈ പച്ചക്കറി മാർക്കറ്റും നന്നാവട്ടെ എന്ന് നമുക്ക് പറയാം. പാളയത്തെ പച്ചക്കറി കച്ചവടം നമുക്കറിയാം. ഞാൻ അതിൻ്റെ വീഡിയോ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട്. അവിടുന്ന് ഇങ്ങോട്ട് മാറുമ്പം അതിൻ്റെ എത്രയോ ഇരട്ടി വലിപ്പത്തിൽ നല്ല വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു സംരംഭമാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. പക്ഷേ അത് അവിടുത്തെ കച്ചവടക്കാർക്ക് അതത്ര ദഹിച്ചിട്ടില്ല. സമരവും കാര്യങ്ങളായിട്ട് ഇപ്പോഴും മുന്നോട്ട് പോവുകയാണ്. അതേസമയം കോർപ്പറേഷൻ ഇതിൻ്റെ ഉദ്ഘാടനവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇനിയും പാളയം മാർക്കറ്റ് ഉണ്ടാവില്ല, പകരം കല്ലുത്താൻ കടവ് മാർക്കറ്റായിരിക്കും. പഴം പച്ചക്കറി മാർക്കറ്റിന് പേരുകേട്ട സ്ഥലമാണ് പാളയം മാർക്കറ്റ്. അതാണ് കോഴിക്കോട് കല്ലുത്താൻ കടവിലേക്ക് മാറ്റി സ്ഥാപിക്കുന്നത്. നല്ല ആധുനിക സൗകര്യങ്ങളോടുകൂടെ പാളയത്തേക്കാൾ 3 ഇരട്ടി വലിപ്പത്തിലാണ് ഓരോ സംഭവവും ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം ഒന്ന് ലൈക്ക് അടിക്കാനും നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ഹൈപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. ഈ കാണുന്ന വഴി കൂടി ആവശ്യമെങ്കിൽ വാഹനങ്ങൾക്ക് 2ാമത്തെ നിലയിലേക്ക് കയറി പോകാനായിട്ട് കഴിയും. അതിനുള്ള സൗകര്യങ്ങളും ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്.
ഇനിയും ഇവിടെ ഒരുപാട് കടമുറികൾ പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സൈഡിലുണ്ട്, അതുപോലെ തന്നെ ദാ ഇപ്പുറത്തെ സൈഡിലും പണിയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ എന്തോ വേറൊരു ബിൽഡിങ് അതുണ്ടോ പണിയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വർക്കുകൾ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി പൂർത്തിയായി വരുമ്പോൾ ഇവിടെ വേറൊരു റേഞ്ചായി തീരാൻ സാധ്യതയുണ്ട്. കോഴിക്കോടിൻ്റെ ഒരു വലിയ സംരംഭമായി തീരാൻ സാധ്യതയുണ്ട് ഈ ഭാഗം. അതുപോലെ തന്നെ ഇവിടുത്തെ റോഡുകളൊക്കെ നല്ലപോലെ പണിതിട്ടുണ്ട്, പുതിയക്ക് പണിതുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റോഡും കൂടെ ഭംഗിയായി കഴിഞ്ഞാൽ, അതേപോലെ തന്നെ പുതിയ പാലമൊക്കെ വന്നു കഴിഞ്ഞാൽ കോഴിക്കോട് ആകെ മാറും. ഇവിടെയൊക്കെ ബിൽഡിങ് പണിതുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കല്ലുത്താൻ കടവ് പഴം പച്ചക്കറി മാർക്കറ്റ്, അതിൻ്റെ ഉദ്ഘാടനം ഇപ്പോൾ അടുത്ത് തന്നെ നടക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ വീഡിയോ ഒരിക്കൽ കൂടി ചെയ്യുന്നതായിരിക്കും. പാളയം മാർക്കറ്റിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ഒന്ന് കണ്ടു നോക്കിക്കോളൂ. ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. കോഴിക്കോടിൻ്റെ മുഖച്ഛായ മാറുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള മനോഹരമായ കാഴ്ചകൾ കാണാനായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. പുതിയ കാഴ്ചയുമായി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.